കഥാ കി ദൂസരി വിശേഷത യഹ് ഹേ കി, കഥയുടെ മറ്റൊരു വിശേഷത ഇതാണ്. ലേഖകനെ ഉസ്കെ സർവാംഗ രൂപമേ, ലേഖകൻ അതിൻ്റെ മുഴുവനായിട്ടുള്ള രൂപത്തെയും പ്രസ്തുത കിയാ ഹെ, അവതരിപ്പിക്കുന്നു. പൂർവിക്കെ പ്രസംഗക്കോ പരിചയ ബെഡെ, മുമ്പുള്ള സന്ദർഭത്തിൻ്റെ പരിചയം, ബെഡെ കൗശൽ സെ, വളരെ നൈപുണ്യത്തോടു കൂടി, ഇസ് പ്രകാർ ദിയാ ഹേ കി, ഈ പ്രകാരം നടത്തുന്നു. ഏക് ഏക് പർദ്ദ ഹട്താ ചൽത്താ ഹേ, ഓരോ രംഗങ്ങളും കഴിഞ്ഞു പോകുമ്പോൾ. ഓർ ഏക് ഏക് രഹസ്യ സാമ്നെ ആത്താ ജാത്താ ഹേ, അപ്പോൾ ഓരോ രഹസ്യങ്ങളും മുന്നിലേക്ക് വരുന്നു. ഫിർ ഭി സബ് ബാത്തോ, എന്നിട്ടും എല്ലാ കാര്യങ്ങളും ഇസ് തരഹ് സ്പഷ്ട നഹീ ഹോ ജാത്തി, ഈ രീതിയിൽ വ്യക്തമാകുന്നില്ല. കി ദർശക് കി ഉത്സുകത, അപ്പോൾ കാഴ്ചക്കാരുടെ ആകാംക്ഷ ഹി സമാപ്ത് ഹോ ജായേ, സമാപ്തം ആകുന്നു. നാടക് കി കഥാ കാ അന്ത് ഭി, നാടകത്തിൻ്റെ കഥയുടെ അവസാനവും ഇസ് കൗശാല്യ സേ കിയാ ഗയാ ഹെ, ഈ നൈപുണ്യത്തോടു കൂടിയാണ് നടത്തിയിരിക്കുന്നത്. ദർശക് മൻമേ അനേക വിചാർ ആത്തേ ഹെ, കാഴ്ചക്കാരുടെ മനസ്സിൽ അനേകം ചിന്തകൾ ഉണരുന്നു. കഭി വഹ് സോച്താ ഹേ കി, ചിലപ്പോഴവർ ചിന്തിക്കുന്നു. ഭാരവി ജൈസ കവി, ഭാരവിയെ പോലെയുള്ള കവി, ഓർ വിദ്വാൻ, പണ്ഡിതൻ, സസുരാൽ മേ ജാക്കർ, ഭർത്തഗ്രഹത്തിൽ പോയി, അമ്മായിയപ്പൻ്റെ വീട്ടിൽ പോയി, കിസി പ്രകാർ സേവ കരേക, ഏത് രീതിയിൽ സേവിക്കും. ഓർ ജൂഠേ ഭോജൻ പർ, എച്ചിലായ ഭക്ഷണത്തിൽ, ഛേ മഹീനെ ഖായേഗ, 6 മാസം കഴിക്കുമോ. കബി ഉസ്കെ മൻമേ വിചാർ ആയാക്കി, ചിലപ്പോൾ അവരുടെ മനസ്സിൽ, കാഴ്ചക്കാരുടെ മനസ്സിലുള്ള ചിന്തയാണ്. ഭാരവിക്ക് പ്രായച്ചിത്ത് കാ ഉക്തരൂപ്, ഭാരവിയുടെ പ്രായച്ചിത്തിൻ്റെ ആ മുകളിൽ പറഞ്ഞ രൂപം, ദേക്ക് കർ, കണ്ടിട്ട്, ഉസ്കി പത്നി ഓർ സസുരാൽ കെ അന്യ സംബന്ധി, അയാളുടെ ഭാര്യയുടെയും സസുരാൽ അമ്മായിയപ്പൻ്റെയും അന്യ സംബന്ധി ക്യാ സോച്ചെങ്കെ, മറ്റ് ബന്ധുക്കൾ എന്ത് ചിന്തിക്കും. കബി ഉസ്കെ പുത്രക്കെ വിരഹമേ, ചിലപ്പോൾ അയാളുടെ പുത്രൻ്റെ വിരഹത്തിൽ, ബിലകതേ ഹുയെ, നിലവിളിക്കുന്ന, മാതൃഹൃദയിക്കാ ധ്യാൻ ആത്താ ഹേ, ഒരു മാതാവിൻ്റെ ഹൃദയത്തിൻ്റെ ശ്രദ്ധയാണ് വരുന്നത്. തോ, ചിലപ്പോൾ കബി യഹ് പിതാക്കി ഗംഭീരതാക്കെ ഭീത്തർ, ചിലപ്പോൾ ഒരു അച്ഛൻ്റെ ഗാംഭീര്യത്തിനുള്ളിൽ ചിബി ഒളിഞ്ഞിരിക്കുന്ന, ഉസ്കി വാത്സല്യക്ക് ആഹത്, അയാളുടെ വാത്സല്യത്തിൻ്റെ ആഹത് ഭാവനാക്കോ ദേക്കർ, ദുഃഖപൂർണമായ ഭാവന കണ്ട്, സ്വയം ഭി ഗംഭീർ ഹോ ജാത്താ, സ്വയം ഗാംഭീര്യം ഉണ്ടാകുന്നു. താൽപര്യഹേക്ക് അർത്ഥമിതാണ്. വിചാർദാൻ ദർശകോം കേലിയെ, ചിന്താശേഷിയുള്ള കാഴ്ചക്കാർക്ക്, പ്രസ്തുത ഏകാംഗിക്ക് കഥ, ഈ ഏകാംഗിയിലെ കഥ, ശോചക് ഓർ വിചാരോത്തേജക് ഭി ഹോത്താ ഹേ, ശോചക് മൂല്യത്തകർച്ചയുള്ളതും ചിന്താശേഷി ഉള്ളതുമായി തീരുന്നു. ഇസ്മേം ആദർശ കഥാക്കെ സബ് ഗുണ്, ഇതിൽ ഒരു ആദർശമായ കഥയുടെ എല്ലാ ഗുണങ്ങളും മിൽത്തേ ഹേ, കാണാൻ സാധിക്കും. പാത്രോങ്കി സംഖ്യ ഭി അധിക് നഹി ഹേ, കഥാപാത്രങ്ങളുടെ എണ്ണവും അധികമല്ല. ഭാഷ സാഹിത്യ ഓർ പ്രവാഹപൂർണ്ണ ഹേ, ഭാഷ സാഹിത്യവും ഒഴുകി വരുന്ന രീതിയിലുള്ളതുമാണ്, പ്രവാഹപൂർണവുമാണ്. അതായത് പ്രസ്തുത ഏകാംഗി, ഈ ഏകാംഗി, സാമാജിക, സാമൂഹ്യവും, ഏവം, കൂടാതെ, രംഗുമഞ്ചീയ ദൃഷ്ടിസെ, നാടകത്തിൻ്റെ കാഴ്ചപ്പാടിലും, സഫൽ ഏകാംഗി ഹേ, ഒരു വിജയമുള്ള ഏകാംഗിയാണ്. किंतु मैं इधर देखता हूँ कि पंडितों की हार से उसे अहंकार बढ़ना जा रहा है. किंतु मैं इधर देखता हूँ, എന്നാൽ ഞാൻ ഇവിടെ നോക്കുമ്പോൾ, പണ്ഡിതോം കി ഹാർ സെ ഉസെ അഹങ്കാർ ബഡ്ന ജാ രഹാ ഹെ, പണ്ഡിതന്മാരുടെ പരാജയത്താൽ അയാളുടെ അഹങ്കാരം വർദ്ധിക്കുന്നു. ഉസെ അപ്നി വിദ്വാനോം കാ ധമണ്ഡൻ ഹോ ഗയാ ഹെ,
അദ്ദേഹത്തിന് തൻ്റെ പാണ്ഡിത്യത്തിൽ അഹങ്കാരമുണ്ടാകുന്നു. ഉസ്കാ ഗർവ് സീമാ കാ അതിക്രമൺ കർ രഹാ ഹെ. ഇയാളുടെ അഹങ്കാരത്തിൻ്റെ അതിര് കടന്നു പോയിരിക്കുന്നു. ഇതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. യഹ് മുജേ സഹൻ നഹി ഹോ സക്ത. ഇപ്പോൾ ഇതിൻ്റെ സന്ദർഭമാണ് വ്യക്തമാക്കാൻ പറഞ്ഞിട്ടുള്ളത്. डॉक्टर रामकुमार वर्मा का जन्म 15 नवंबर 1905 को हुआ. 1905 नवंबर 15 डॉक्टर रामकुमार वर्मा ജനിച്ചത്. വേ एक एकांगीकार के അതിരിക്ത് കവി ഔർ സമീക്ഷക് ഫിഹായും. അദ്ദേഹം ഒരു നാടകകാരൻ മാത്രമല്ല, ഒരു കവിയും നിരൂപകനുമായിരുന്നു. വേ ഐതിഹാസിക ഔർ സാമാജിക് ദോനോ പ്രകാർ കെ നാടക് ലിഖേഹായും. അദ്ദേഹം ചരിത്രപരമായും സാമൂഹികപരമായും നാടകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇസ്കാ മൂൽ സ്വർ ആദർശവാദ് ഹേ. അദ്ദേഹത്തിൻ്റെ അടിസ്ഥാന സ്വരം എന്ന് പറയുന്നത് പൃഥ്വിരാജ് കി ആംഗേം, ചാരുമിത്ര, ദീപദാൻ, രജൻ രശ്മി ആദി ഉൻകെ പ്രസിദ്ധ ഏകാംഗിഹായും. ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധങ്ങളായ നാടകങ്ങളാണ്. പ്രതിഷോധ് ഡോക്ടർ രാംകുമാർ വർമ്മ കാ ശ്രേഷ്ഠ ഔർ സശക്ത് ഏകാംഗി ഹേ. പ്രതിഷോധ് എന്ന് പറയുന്ന ഡോക്ടർ രാംകുമാർ വർമ്മയുടെ ശ്രേഷ്ഠവും ശക്തവുമായ നാടകമാണ്. ഇസ് ഏകാംഗി കാ മുഖ്യ കാര്യ ഹേ ഫാരവി കി അഹങ്കാർ കോ നിരാകരൻ കർണ. ഈ നാടകത്തിലെ മുഖ്യ തീമെന്ന് പറയുന്നത് ഫാരവിയുടെ അഹങ്കാരത്തെ ഇല്ലാതാക്കുന്നു എന്നുള്ളതാണ്. ഇസി കാര്യ കി പൂർവ് കേലിയെ അന്യ സഭി ഘടനാവും കി യോജന കി ഗയി ഹൈ. അതിനുവേണ്ടി ആ അഹങ്കാരത്തെ ഇല്ലാതാക്കുന്നതിനെക്കുറിച്ച് പല അഹങ്കാരം എങ്ങനെ ഇല്ലാതാക്കുന്നു എന്നുള്ളതിന് സ്വീകരിക്കുന്ന പല മാർഗങ്ങളെക്കുറിച്ചൊക്കെയാണ് ഇതിൽ പ്രധാനമായും പറയുന്നത്. പ്രതിഷേധ് നാമക് ഏകാംഗി ശൈലിയെ ഹുയയെ വാക്യ ഫാരവി കി മാതാ സുശീല സെ ഫാരവി के पिता श्रीधर का कथन है. फारवी एक कवि होने का साथ प्रगट पंडित हाइम. श्रीधर उसके पिता हाइम. वे चाहते हाइम कि उसका पुत्र सुमार्ग पर चले तो कभी कभी उसकी ताड़ना अनिवार्य हो जाती है. फारवी बड़े बड़े शास्त्रार्थ में बड़े बड़े विद्वानों को परसत कर देते हैं. अंत उसके अंतर्गत कुछ अहंकार के कारण उनके पुत्र फारवी की उन्नति रुक जाती है. इसलिए पंडित मंडली के बीच में ही श्रीधर अपने पुत्र फारवी को टांटते हाइम. पराजित मंडली भी फारवी को खिल्ली उड़ाते हाइम. भला बुरा कहते हाइम. ഇവിടെ ഭാരവി എന്ന് പറയുന്നത് പണ്ഡിതനാണ്. അയാൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം എന്നുള്ള അഹങ്കാരമുണ്ട്. അതായത് പ്രായത്തിൽ കവിഞ്ഞ അറിവുണ്ട്. അതിനെതിരെ അയാൾക്ക് അഹങ്കാരവുമുണ്ട്. എന്നാൽ പിതാവിന് അഹങ്കാരിയായ ഭാരവിയിൽ ഭയമുണ്ടായിരുന്നു. ചില കാര്യങ്ങൾ വരുമ്പോൾ അദ്ദേഹം ബുദ്ധിമാനാണ് എന്ന് അറിഞ്ഞിട്ട് പോലും ഭാരവിയെ വിമർശിക്കുമായിരുന്നു എന്നുള്ളതാണ്. ഇതിനിടയിൽ പണ്ഡിതന്മാരുടെ ഒരു സദസ്സ് കൂടി. അതായത് ശ്രീധർ കോ അപ്നെ പുത്ര ഫാരവി കെ അനുശാസ്ത്ര പർ ദുഃഖ് ഹേ. ശ്രീധർ മാനത്തെ ഹൈം की प्रेम पर की अनुशासन आदरित है और अनुशासन पर ही प्रेम. यदि प्रेम नहीं हो तो अनुशासन को कोई मूल्य नहीं. फारवी का अहंकार निराकरण श्रीधर का लक्ष्य है. श्रीधर को अपने पुत्र फारवी के अनुशासन पर दुख है. श्रीधर मानते हैं कि प्रेम पर ही अनुशासन आधारित है और अनुशासन पर ही प्रेम. यदि प्रेम न हो तो अनुशासन को कोई മൂല്യ നഹി. ഫാരവി കാ അഹങ്കാർ നിരാകരൺ ശ്രീധർ കാ ലക്ഷ്യ ഹേ. അതായത് ഇവിടെ പണ്ഡിതന്മാരുടെ ഒരു സദസ്സ് കൂടി. ആ സദസ്സിൽ വെച്ച് അച്ഛൻ മകനെ ആ പണ്ഡിതന്മാരുടെ മുമ്പിൽ വെച്ച് ശാസിച്ചു. ഭാരവിയെ ശാസിച്ചു. ഇത്രയധികം ആളുകൾ കൂടിയ ഒരു സദസ്സിൽ വെച്ച് അങ്ങനെ ഭാരവിക്ക് ശാസന ലഭിച്ചപ്പോൾ അച്ഛനോട് അവന് വിമർശവും ദേഷ്യവും തോന്നി. എന്നാൽ അവൻ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായപ്പോൾ വീട് വിട്ട് പോവുകയാണ് ചെയ്തത്.
ശ്രീധരൻ്റെ മനോഭാവത്തിൽ സ്നേഹമുള്ളവർ മാത്രമേ കൃത്യമായ ശാസന നൽകൂ എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാവുന്നത്. ഭാരവിയുടെ അഹങ്കാരം ഇല്ലാതാക്കാനാണ് ശ്രീധരൻ്റെ ലക്ഷ്യം. ആ സഭയിൽ അങ്ങനെ നടന്നതിൽ ശ്രീധരന് വലിയ ദുഃഖമുണ്ടായിരുന്നു. പക്ഷേ ശ്രീധരൻ്റെ മുമ്പിൽ ഇതല്ലാതെ മറ്റു വഴികളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഇത് എഴുതുമ്പോൾ ഇൻട്രൊഡക്ഷൻ പ്ലസ്, അപ്പോൾ ഒരു എഴുത്തുകാരനെ കുറിച്ചൊക്കെ ഉള്ള ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടല്ലോ പാഠത്തിൽ, അപ്പോൾ അത് എഴുതിയതിന് ശേഷം പ്രസ്തുത വാക്യ പ്രതിശോധ ഏകാംഗി के सुशीला अपने बेटा फारवी के बारे में पिता श्रीधर से कहती है. അതായത് ഈ പ്രസ്തുത വാക്യം പ്രതിഷേധ ഏകാംഗിയിലെ കഥാപാത്രമായ സുശീല തൻ്റെ പുത്രനായ ഫാരവിയോട് അല്ലെങ്കിൽ തൻ്റെ പുത്രനായ ഫാരവിയെക്കുറിച്ച് അച്ഛനായ പിതാവിനോട് പറയുന്നതാണ്. ഓക്കെ, ഈ ഏകാംഗിക്ക് 3 പ്രമുഖ പാത്രഹേ. ഈ ഒരു ഏകാംഗിയിൽ 3 പ്രധാന കഥാപാത്രങ്ങളാണ് ഉള്ളത്. ആരൊക്കെയാണ്? ശ്രീധർ, സുശീല, ഫാരവി. ഫാരവി കവി ഏവം പ്രകാണ്ഡ് പണ്ഡിത് ഹി. അതായത് ഫാരവി അറിയപ്പെടുന്നൊരു കവിയും വളരെ വലിയൊരു പണ്ഡിതനുമാണ്. फारवी के पिता श्रीधर चाहते हैं कि उनका पुत्र संसार के यशस्वी पंडित हो. അപ്പോൾ ഫാരവിയുടെ അച്ഛനായ ശ്രീധരൻ്റെ ആഗ്രഹം എന്താണ്? തൻ്റെ മകൻ യശസ്സായ, അതായത് എന്ന് നിലനിൽക്കുന്ന എല്ലാവരാലും എന്താണ് മഹാൻ എന്ന് വിളിക്കുന്ന ഒരു പണ്ഡിതനായി മാറണം. इसलिए फारवी के अहंकार को नष्ट करने के लिए फरी सफा में उसको अपमान करता है. അപ്പോൾ അതിനു വേണ്ടിയാണ് നിറഞ്ഞ സദസ്സിൽ വെച്ച് ശ്രീധർ തൻ്റെ പുത്രനായ ഫാരവി അപമാനിച്ചത്. കാരണം എന്താണ്? താൻ വലിയ പണ്ഡിതനാണെന്നുള്ളൊരു അഹങ്കാരം ഫാരവിക്കുണ്ട്. അപ്പോൾ ഒരു മഹാനായ ഒരു പണ്ഡിതൻ ഒരിക്കലും എന്തുണ്ടാവാൻ പാടില്ല? അഹങ്കാരം ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അദ്ദേഹം മകൻ്റെ അഹങ്കാരം ഇല്ലാതാക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്തത്? അച്ഛൻ നിറഞ്ഞ സദസ്സിൽ വെച്ച് നമ്മുടെ ആ ഫാരവിയെ അപമാനിച്ചത്. കുപിത് ഹോക്കർ ഫാരവി കഹീൻ ചലാ ജാത്ത. അതായത് ദേഷ്യം വന്ന് ഫാരവി എന്ത് ചെയ്ത് എവിടേക്കോ പോകുന്നു. പുത്രക്കോ ദേക്കെ ബിന മാതാ സുശീല സോ നെഹീം ശക്തി. അതായത് അവിടെ സശീല എന്നാണ് എഴുതിയിരിക്കുന്നത്, അത് സുശീല എന്നാക്കണേ. പുത്രക്കോ ദേക്കെ ബിന മാതാ സുശീല സോ നെഹീം ശക്തി. അതായത് പുത്രനെ കാണാതിരുന്നപ്പോൾ അമ്മയ്ക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഫരീ സഫാമെ പുത്രക്ക് അപമാൻ വഹ അപ്നെ അപമാൻ ഹി സംചിത ഹെ. അതായത് സദസ്സിൽ മകനെ അപമാനിച്ചത് തന്നെ അപമാനിക്കുന്നത് പോലെ അവൾ കരുതി. പത്നി ശ്രീധർ സെ വിലാപിത് ഹെ കി മേര ലാൽ കർസെ ഗയെ 3 ദിൻ ഹുയി. അപ്പോൾ എന്താണ്, അമ്മ എന്ത് ചെയ്തു? തൻ്റെ മകനെക്കുറിച്ചുള്ള ആ ഒരു വിഷമം ഭർത്താവിനോട് പറയുകയാണ്. മേരെ ലാൽ കർസെ ഗയെ 3 ദിൻ ഹുയി. അതായത് എൻ്റെ മകൻ അവിടെ നിന്ന് പോയിട്ട് 3 ദിവസമായി. കർസെ ജാത്തേ വക്ത് ഉസ്കി വേഷഭൂഷ സുശീല കെ യാദ് ഹെ. അതായത് അവൻ വീട്ടിൽ നിന്ന് പോയ സമയത്തുള്ള വസ്ത്രധാരണം സുശീലയ്ക്ക് ഓർമ്മയുണ്ടായിരുന്നു. പീത രംഗക്ക വസ്ത്ര, അതായത് മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം. ഒരു നീല രംഗക്ക ഉത്തരീയ, നീല നിറത്തിലുള്ള ഉത്തരീയം അറിയാമല്ലോ, തോർത്ത് കണക്കിടുന്നത്. മസ്തൂക്കെ ചന്ദൻ രേഖാഹെ മധ്യമേ അരുണബിന്ദു. അതായത് എന്താണ്? നെറ്റിയിലെ ചന്ദനം ചാർത്തിട്ടുണ്ട്. നടുക്ക് എന്താണ്? അരുണബിന്ദു മീൻസ് ഒരു കുത്തു, അതായത് വട്ടം ഇടമെന്ന് പറയത്തില്ലേ, അതുപോലെ. ഫാരവി മാതാക്ക പ്രമാൺ കർക്കെ ചലാഗയ. അതായത് ഫാരവി അമ്മയെ നമിച്ചുകൊണ്ടാണ് അവിടെ നിന്നും യാത്രയായത്. ദയാ സ്നേഹ മമത ഏവം വാത്സല്യ സെ ഉദാർ ഹൃദയവാലി മാതാ സുശീല കോ മനോവധി കാ ചിത്रण इसमें है. അതായത് ദയയും സ്നേഹവും മമതയും ഉള്ള വാത്സല്യമുള്ള ഒരു അമ്മയായിട്ടാണ് സുശീല ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്.